ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയതല്ല, ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. 10 തിങ്സ് യു ഷുഡ് നോട്ട് ഡു ഇഫ് യു ആർ പേയിങ് ഹൈ EMIs. നമ്മൾ എല്ലാവരും ഒരു EMI-കകത്ത് കിടക്കുന്നവരല്ലേ. അപ്പം മാസം തന്നെ ഒരു ശമ്പളം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു കുറേ EMI-യുടെ ലിസ്റ്റിംഗ് വരും. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ലോൺ എടുത്തത്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത്, അങ്ങനെ നിറയെ ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ള EMIs വരും. ഇങ്ങനെ EMIസിൽ കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ 10 തിങ്സ് നിങ്ങൾ ചെയ്യാതിരിക്കുക എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതുപോലെ നിങ്ങൾക്കൊന്ന് സ്ലോലി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും നിങ്ങൾ ട്രബിളിലാണ് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ടേക്ക് അഗെയിൻ എ ലോൺ. വീണ്ടും ഒരു ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ കുറേ ഒരു EMIs എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു EMI കൂടെ എടുത്ത് വെക്കാതിരിക്കുക. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. ലോൺ വീണ്ടും അടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഡ്രെയിൻ ആയി പൊക്കോണ്ടേയിരിക്കും നമ്മുടെ പൈസ. ഓൾറെഡി കിട്ടുന്ന സാലറിയിൽ നിന്ന് നമ്മൾ ഇത്ര EMI അടയ്ക്കുന്നുണ്ട്, വീണ്ടും ഒരു EMIയുടെ പൈസ കൂടെ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലും നമുക്കൊരു പൈസ ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആകാനുള്ള സാധ്യതകൾ മുഴുവനായിട്ട് നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് യൂസ് ക്രെഡിറ്റ് കാർഡ് അൺനെസസറി എക്സ്പെൻസസ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ കയ്യിലുണ്ടാവും, 1, 2, 3 ക്രെഡിറ്റ് കാർഡ്സുകൾ. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളായാലും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിരിക്കുന്നത് എവിടെ പോകുമ്പോഴാ? ഒന്നുമില്ല, ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെയാണ്. ഈ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അതിനുള്ളൊരു ആഗ്രഹം, ടെൻഡൻസിയൊക്കെ വരും. കാർഡാണല്ലോ, പൈസയായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വേദന, അത്രയും ഒരു വേദന ഉണ്ടാവില്ല ഈ കാർഡ് കൊടുക്കുന്ന സമയത്ത്. കാർഡ് അങ്ങ് ഒരയ്ക്കും, കുറച്ച് ദിവസം കിട്ടുമല്ലോ, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ അടയ്ക്കാമെന്ന് വിചാരിക്കും. അവിടെയാണ് പ്രശ്നം. അടുത്ത മാസം നമ്മൾ ഈ മേടിച്ച പൈസയും ഒരു 20,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 20,000 മുതൽ അങ്ങനെ തന്നെ കിടക്കുവാണേ അടയ്ക്കാൻ. പ്ലസ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്രെഡിറ്റ് കാർഡിൽ വരുന്നത്. സോ അതിൻ്റെ നമ്മൾ മിനിമം എമൗണ്ട് അടച്ചു വെക്കേണ്ടതും അതിൻ്റെ പലിശയും കൂടെ ചേർത്തൊരു എമൗണ്ടും കൂടെ വരും. അപ്പോൾ അതും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഉള്ളതിൽ നിന്ന് അങ്ങ് പോയേ, അല്ലെങ്കിൽ വീണ്ടും ഒരു കടമായേ. അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് വന്നെന്ന് പറഞ്ഞാലും നിങ്ങളൊരു EMIസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ EMIs മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താ? സിബിൽ സ്കോറൊക്കെ അങ്ങ് പോകും. പിന്നീട് പെട്ടെന്നൊരു പ്രശ്നമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്കൊരു ലോണ് പോലും കിട്ടാതെയാകും. നമുക്ക് ഭയങ്കര പ്രശ്നമാണ് സിബിൽ സ്കോർ കൊണ്ട് വരുന്നത്. എന്താണ് സിബിൽ സ്കോർ എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓൾറെഡി ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാതൊന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ EMI മുടങ്ങാതിരിക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മന്ത്ലി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. എല്ലാ EMIസും അടയ്ക്കാനുള്ളത് കറക്റ്റായിട്ട് അങ്ങനെ പോട്ടെ. ഇതിപ്പോൾ നമ്മൾ എടുത്തുപോയി, നമ്മൾ അടയ്ക്കാതിരിക്കാനും പറ്റില്ല. അതങ്ങനെ ഒരു സൈഡിൽ പോയിക്കോട്ടെ. പ്ലസ് നമ്മളുടെ ഒരു മാസത്തെ എക്സ്പെൻസ്, വീണ്ടും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാതെ ജീവിക്കാനുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ സാലറിയിൽ നിന്ന് 1 രൂപയെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പെട്ടെന്നൊരു എമർജൻസിക്ക്, നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച്, ഈ ഫാമിലി ഇരിക്കുന്നവർക്കായിരിക്കും EMIയുടെ വലിയൊരു ബാധ്യതയൊക്കെ വന്നിട്ടുണ്ടാവുക. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ചിലവോ കാര്യങ്ങളോ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവായി പോയി. ഈ സമയത്ത് നമ്മുടെ EMI അടയ്ക്കേണ്ട ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. ചിലപ്പോൾ EMI അടയ്ക്കാൻ പറ്റാത്ത ഇതുകൊണ്ട് നമ്മൾ വേറെ എവിടെന്നെങ്കിലും എടുത്ത് തിരിച്ചു മറിച്ച് ഈ പൈസ അടയ്ക്കേണ്ടി വരും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് EMI കറക്റ്റ് ടൈമിന് അടയ്ക്കുക. അത് ഡിലേ ആയിട്ട് പിന്നെ ആ സമയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ലേറ്റ് ചെയ്യാതിരിക്കുക. എങ്ങാനും അത് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ സിബിൽ സ്കോർ നിങ്ങൾക്ക് താഴ്ന്നു പോകും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാക്കും. സോ കറക്റ്റ് ടൈമിന് തന്നെ EMI നമ്മൾ അപ്പം തന്നെ അങ്ങ് അടച്ചേക്കുക. അതുകൊണ്ടാണ് ബഡ്ജറ്റിംഗ് ഇതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഇതിനുള്ള എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഓരോ സ്റ്റെപ്സും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിലുള്ള ഒരു കാര്യം നിങ്ങൾ മിസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മൾ EMIയിലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു LED TV അല്ലെങ്കിൽ ഒരു iPhone എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കും. ഈ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ആ പൈസയൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും.
അതിനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ EMI ആ ലക്ഷറി മേടിക്കുന്ന ഒരു പൈസ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് മന്ത് ഏതെങ്കിലും ഒരു EMIയിൽ കുറച്ച് കൂട്ടി അടച്ചാൽ തന്നെ അവിടെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഒരു ആശ്വസിക്കാം. അതുകൊണ്ട് EMIസിൽ ഒരുപാട് EMI പേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ലക്ഷറി ഐറ്റംസ് മേടിക്കാതെ ഇരിക്കുക. അത് ഒരിക്കലും മേടിക്കാതെ നന്നായിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കുക. അടുത്തതാണ് അവോയ്ഡ് റെഡ്യൂസിങ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ലക്ഷറി ഐറ്റംസ് മേടിക്കരുത്. ഇപ്പം നിങ്ങൾ ലക്ഷറി ഐറ്റംസ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്ക്. അങ്ങനെയും അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് എടുത്ത് വെക്കേണ്ടതാണ്. നമ്മൾ ഒരു എമർജൻസി ഫണ്ടായിട്ട് ഇപ്പോൾ ഒരു 1000 രൂപ എടുത്ത് വെക്കണം നമ്മൾ മസ്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ തന്നെ വെക്കുക. അത് കുറയ്ക്കാതിരിക്കാൻ നോക്കുക. കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്കൊരു EMI അടയ്ക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഇത് ഓരോ മാസം ഇങ്ങനെ എമർജൻസി ഫണ്ട് എടുത്ത് വെച്ചുകൊണ്ടേ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി എന്തെങ്കിലും പോയാൽ പോലും 1000 എന്ന് പറയുന്നൊരു എമൗണ്ട് ഞാൻ മിനിമം പറഞ്ഞാണ്, ഒരു 5000 എങ്കിലും എടുത്ത് വെച്ചാൽ പോലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യാഷ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് എടുത്തിട്ട് EMIs ആ മാസത്തെ ഒരു EMI എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പൈസ കൊടുക്കാതിരിക്കുക. നമ്മുടെ ഇമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും നമ്മുടെ അടുത്തൊരു 10,000 രൂപ ചോദിച്ചു, നിങ്ങളെ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൈസ കൊടുക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്കത് ഡിലേ ചെയ്യുകയോ തിരിച്ചു തരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങളത് EMI ആയിട്ടോ ഒന്നും അടയ്ക്കാൻ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും, അടയ്ക്കാൻ പറ്റൂല. നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു യൂസും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈസ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഹൈ EMI പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ആർക്കും കൊടുക്കാതിരിക്കുക. തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ബാധ്യതയും കാര്യങ്ങളൊക്കെ തീരുന്നു, പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം, കാരണം അത് തിരിച്ച് ചിലപ്പോൾ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അടുത്തത് അവോയ്ഡിങ് ഇൻഷുറൻസ് പേയ്മെന്റ്. ഇൻഷുറൻസ് പേയ്മെന്റ് ഒരിക്കലും അടയ്ക്കാതിരിക്കരുത്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കും, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എന്തായാലും ഇത്രയും ഹൈ EMI ഒക്കെ ഹൈ EMI അടയ്ക്കാനുണ്ട്, അപ്പം എന്നാൽ ഈ പൈസ അടുത്ത മാസം ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ നമുക്കൊരു കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊന്നും ആലോചിക്കരുത്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും നമ്മുടെ ഫാമിലിയിലെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ആ പൈസ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെ പോയാലും ഹെൽത്തിന് പരമായിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ അതെന്ന് പറയുന്നത് ഒരിക്കലും ഡിലേ ചെയ്യരുത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടച്ചുകൊണ്ട് പോവുക. ഇനി എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എത്രത്തോളം നിങ്ങൾ EMI പേ ചെയ്യുകയാണെങ്കിലും ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തതെന്ന് പറയുന്നത് ഡോണ്ട് ക്വിറ്റ് യുവർ ജോബ്. ഓക്കെ, നിങ്ങളിപ്പോൾ കറൻ്റ്ലി നമ്മൾ ഹൈ EMI പേ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊരു ജോലി ഇപ്പോൾ വിട്ട് കളഞ്ഞ് എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മളുടെ ഒരു പിടിച്ചേക്കാൻ പറ്റുന്ന ദേഷ്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിക്കോട്ടെ നമുക്കത് വിടണം എന്ന് തോന്നുകയാണ്, നമ്മളത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെപ്പാടെ പണിയാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വിടുന്ന സമയത്ത് നമുക്ക് അടുത്ത 2-3 months വേണം നമുക്ക് അടുത്തൊരു ജോലി കണ്ടുപിടിക്കാൻ. അതിനോടിടയ്ക്ക് എന്ത് പറ്റും, നമുക്ക് ഈ പറയുന്ന EMI വരാതിരിക്കില്ല. എല്ലാ മാസവും കറക്റ്റായിട്ട് EMI വരും, അത് അടച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്, എമർജൻസി ഫണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാണ്ട് തന്നെ ഒരു EMI അടയ്ക്കാനുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ മാത്രം, ഗതി കെട്ടിട്ട് നിങ്ങൾക്ക് ആ കമ്പനിയിൽ പോകണം എന്നുള്ള ഗതികേടാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ ആ ജോലി വിട്ട് കളഞ്ഞിട്ട് പോകുകയൊന്നും ചെയ്യരുത്. പെട്ടെന്നുള്ള ഒരു ഇതിന് നമ്മളങ്ങ് വിട്ട് കളയും. അപ്പം നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഹൈ EMI ഉള്ളവർ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് നമുക്ക് പല ഇങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റോങ് ഡിസിഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, പൈസയുടെ കാര്യത്തിലായാലും എല്ലാം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ടോ കാര്യമില്ല, ഇത് നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. സോ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാതെ മറ്റൊരു ജോലി കറക്റ്റായിട്ട് കയ്യിലില്ലാതെയോ അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഇല്ലാതെയോ ഒരു തരത്തിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ വിട്ട് കളയരുത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ്
മിനിമം പേയ്മെന്റ് EMIസിനെല്ലാം മിക്കപ്പോഴും നമ്മളൊരു മിനിമം പേയ്മെന്റ് ചിലപ്പോൾ ചെയ്യാറുണ്ട്. അത് ചെയ്യാതിരിക്കുക. ഉള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്തിട്ട് കുറച്ചും കൂടെ കൂട്ടി അടയ്ക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 500 രൂപയാണ് മിനിമം പേയ്മെന്റ് എങ്കിൽ ഒരു 1000 രൂപയെങ്കിലും കൂട്ടി അങ്ങനെ അടയ്ക്കാൻ വേണ്ടി നോക്കുക. ആ സമയത്ത് നമുക്ക് അതിന്റെ ഒരു ബാധ്യത കുറച്ച് കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് മിനിമം പേയ്മെന്റ് അടയ്ക്കാതെ ഏകദേശം കുറച്ചെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു പെർസെന്റേജ് നമ്മൾ കൂട്ടി അടച്ചുകൊണ്ടേ ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഒരു 2-3 EMIs ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ EMIസിലും നമ്മൾ കുറച്ച് കൂട്ടി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു EMIസിനൊക്കെ ഈസിലി ക്ലോസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും വന്നു പ്രോബ്ലത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിനൊരു പോംവഴി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. വേറെ എന്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടാലും നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ ഇതുപോലെയൊക്കെ കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു എളുപ്പ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.